കാത്തിരുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ണ് കാണാത്ത സർക്കാർ കബളിപ്പിക്കുകയാണ്. ഇരുട്ടറയിലാണ്. ഏത് ഇരുട്ടറയിലാണെന്നാണ് അറിയേണ്ടത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ബേസിൽ പാറയ്ക്കൂടി ഒരു നഗ്ന സത്യം വിളിച്ചു പറഞ്ഞു. അത് ശ്രദ്ധിച്ചിരുന്നു. അതായത് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തുന്നില്ലത്രേ. എന്തുകൊണ്ട് കുട്ടികൾ എത്തുന്നില്ല? ആരാണ് കുട്ടികളെ എത്തിക്കേണ്ടത്? അവിടെയാണ് PM-ശ്രീ പദ്ധതിയുടെ തീർച്ചയായിട്ടും അവിടെ പറയേണ്ട കാര്യം, സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തുന്നില്ലെങ്കിൽ സർക്കാർ സ്കൂളുകൾക്ക് നിലവാരമില്ല എന്നുള്ളതാണ്. ആ നിലവാരം ഉയർത്താൻ വേണ്ടിയാണ് PM-ശ്രീ സംസ്ഥാനത്തെ 200-ലധികം സ്കൂളുകളുടെ നിലവാരം ഉയരേണ്ടിടത്ത് രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ ആ ഫണ്ട് ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ഫണ്ടിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ PM-ശ്രീ പദ്ധതിയിൽ ചില നേതാക്കൾ ഒക്കെ കണ്ണുവച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒന്നുകൂടി ആ സമരവേദിയിലേക്ക് പോകാം. അവിടെ വീണ ചേരുന്നുണ്ട്. വീണ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നിന്നും പുറത്തുവിടുന്നത്. ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ റാങ്ക് ഹോൾഡേഴ്സ് ഒരടി പോലും പിന്നോട്ടില്ല. തങ്ങൾക്ക് നീതി ലഭിക്കും വരെ, സർക്കാർ ഇതിൽ ഇടപെടും വരെ തങ്ങളുടെ നിരാഹാര സമരം തുടരുമെന്നാണോ പറയുന്നത്? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലവിൽ എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു അവസ്ഥ? അശ്വതി, രഞ്ജിത്ത് അമ്പാടി, UPSC റാങ്ക് ഹോൾഡേഴ്സാണ് സമരം ചെയ്യുന്നത്. ഞാൻ അവരുടെ സമരപ്പന്തലിലാണുള്ളത്. അവർ കുഞ്ഞുങ്ങളെയും ഒക്കെ കൊണ്ടാണ് ഈ ഒരു വെയിലത്തും മഴയത്തും ഒക്കെ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. മക്കളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ അവസ്ഥ അത് വളരെ പരിതാപകരമാണ്. പക്ഷേ തങ്ങൾക്ക് കിട്ടേണ്ട നീതി, അവർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞങ്ങൾ കണ്ട സ്വപ്നം, ആ സ്വപ്നം കണ്ടു, ഞങ്ങളുടെ പേരുകൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തി, ആ പട്ടികയിൽ ഉൾപ്പെടുത്തി, എന്തിനാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു മോഹം നിങ്ങൾ നൽകിയതെന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ സർക്കാർ തലത്തിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലെ ഉന്നതന്മാർക്ക് മറുപടി പറയാനുള്ള ബാധ്യസ്ഥതയുണ്ടെന്നുള്ളതാണ്. നിരവധി ആവശ്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതായത് ഈ സർക്കാർ പറയുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് ഈ ഒരു നിയമനത്തിന് തടസ്സമാകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ആ തടസ്സങ്ങളെ മറികടക്കാൻ സർക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഇന്ന് UPSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ 12ാമത്തെ ദിനമാണ് അനിശ്ചിതകാല സമരം. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്ന് ഇന്നേക്ക് 10 മാസം തികയുകയാണ്. അപ്പോൾ 10 മാസം തികഞ്ഞപ്പോൾ ആകെ നമുക്ക് നിയമനങ്ങൾ നടന്നേക്കുന്നത് 2 ജില്ലകളിലാണ് നിയമനം നടന്നേക്കുന്നത്. അത് 7 നിയമനങ്ങളാണ് നടന്നേക്കുന്നത്. അഡ്വൈസ് കുറച്ച് ജില്ലകളിൽ പോയിട്ടുണ്ട്. അഡ്വൈസ് പോകാത്ത ജില്ലകളും ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇത് എല്ലാവരും ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ സർക്കാർ വന്നിട്ട് കുറച്ച് ആയുള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. 735 റിട്ടയർമെൻറ്റ് എല്ലാം കൂടി വേക്കൻസികളാണ് ഇപ്രാവശ്യം ഉള്ളത്. അതിൽ 525 ഡിവിഷൻ ഫോളുകൾ വന്ന് അത്രയും ഈ നിയമനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ആകെ 210 വേക്കൻസി ഇനിയേ ഉള്ളൂ. അപ്പോൾ നമ്മളിനിപ്പോൾ ഇനിയും സർക്കാർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഓൾറെഡി 500 ചില വേക്കൻസികൾ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വർഷം പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 2 വർഷം കൂടി കിട്ടാനുള്ളൂ. ആ സമയത്ത് ഇപ്പോൾ തീരുമാനങ്ങളെടുത്ത് ആ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ 525 പേരെ ജോലി ഓൾറെഡി നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പം അത്രയും പേര് ഇനിയും ഇരിക്കണേണ്. അപ്പോൾ എന്തെങ്കിലും നിയമപരമായിട്ട് ചെയ്തില്ലെങ്കിൽ, അതും ഇപ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ, ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് വളരെ നിസ്സാരം പേർക്ക് ഇനി ജോലി ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം ഈ ഒരു 10 മാസം കൊണ്ട് 1000-ഓളം അപ്പോയിൻമെൻറ്റുകൾ നടന്ന സ്ഥലത്താണ് ആകെ DAയുടെ അപ്പോയിൻമെൻറ്റ്സ് ഒരു 50ഓളം നടന്നിട്ടുണ്ട്. അല്ലാതെ ജനറലായിട്ട് ആകെ ഒരു 8 അപ്പോയിൻമെൻറ്റ്സാണ് നടന്നേക്കുന്നത്. ഞങ്ങൾക്ക് സർക്കാരിനെതിരെ ഞങ്ങൾക്കൊന്നും ചെയ്യണമെന്ന് താല്പര്യമില്ല. നമ്മളുടെ ഉദ്ദേശം സർക്കാർ ഞങ്ങളെ അനുഭവപൂർവ്വം പരിഗണിക്കണം. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞങ്ങളിങ്ങനെ തെരുവിൽ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ട് സർക്കാരിനെ ഞങ്ങളെ ഒന്ന് അനുഭവപൂർവ്വം ഒന്ന് പരിഗണിക്കാം. സർക്കാരിനെ ഞങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് പറയുന്നത്. ദയവായി തുടരുക വീണ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ പ്രതികരിക്കുകയാണ്, സുരേന്ദ്രൻ പിള്ള തിരുവല്ലയിൽ നിന്നും. പ്രതികരിക്കാം. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് ശരിക്കും കഷ്ടമാണ്. ഈ എത്രയോ ദിവസമായി സമരം തുടരുന്നത്. കഴിഞ്ഞ സർക്കാർ വന്നപ്പോഴും അതുപോലെ പ്രശ്നങ്ങളായിരുന്നു. ശരിക്കും ഇപ്പോഴതിനേക്കാട്ടിലും പ്രശ്നങ്ങളായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. സത്യത്തിൽ ഇതൊരു കഷ്ടമാണ്. ജനം TV സ്ഥിരം കാണുന്നത് കൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണുന്നു, അല്ലെങ്കിൽ മറ്റു ചാനലൊന്നും കാണിക്കുന്നില്ല. നന്ദി ശ്രീ സുരേന്ദ്രൻ.